എൻ്റെ ഈ സൈഡിൽ ഞാൻ നേരത്തെ എടുത്തതായിരുന്നേ പല്ലേ. അന്നേരം ഒരണപ്പല്ലും ഉണ്ടായിരുന്നു. ഒരണപ്പല്ല് അത് കേടായി കഴിഞ്ഞപ്പോൾ ആശുപത്രി ചെന്നപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി ഒരു സൈഡിൽ പല്ലില്ല, ചവയ്ക്കാനുള്ള പല്ലില്ല, ഒരണപ്പല്ലും കൂടെ ഉള്ളൂ, അതിന് ചെറിയൊരു കേടേ ഉള്ളൂ, അത് നിങ്ങൾ അടയ്ക്കണം. അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പല്ല് പിന്നെ ഇവിടെയുള്ള ഒരു ജോയിന്റ് പല്ലും കൂടെ ചേർത്തിട്ട് നമുക്ക് അതിൽ ഇതിട്ട് വേറെ പല്ല് വെക്കാന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മളത് കഴുകി വൃത്തിയാക്കിയിട്ട് പോയാൽ മതി, നമുക്കത് അടച്ചിട്ട് വെക്കാം. അപ്പൊ 3 പല്ലും അതിൻ്റെ അകത്ത് ഈ ഒരു പല്ല്, ഇവിടെ ഒരു പല്ലുണ്ട്, ആ പല്ലും അതും കൂടെ ചെയ്ത റൂട്ട് കനാൽ ചെയ്യണമെന്ന് പറഞ്ഞു. അന്നേരം റൂട്ട് കനാൽ ചെയ്തപ്പോൾ അന്നേരം അതിൻ്റെ പല്ലിൻ്റെ വേരിനൊന്നും കുഴപ്പമില്ലായിരുന്നു. അന്നേരം ചെറിയൊരു ഓട്ടം ഉണ്ടായിരുന്നുള്ളൂ. ആ ഓട്ടം ഉണ്ടായിരുന്നപ്പോൾ അവർ പറഞ്ഞു അത് റൂട്ട് കനാൽ ചെയ്തിട്ട് നമുക്കത് നല്ല കട്ടിയുള്ള പല്ലല്ലേ, അപ്പോൾ അത് പോയിട്ടൊന്നുമില്ല, ഒന്നും കംപ്ലൈൻ്റ് ഒന്നും ഇല്ലായിരുന്നു. ആ പല്ല് കേടെന്ന് പറഞ്ഞാൽ ചെറിയൊരു കേട് കാണുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം അങ്ങനെ പറഞ്ഞു അതിൻ്റെ പേരിനൊന്നും കംപ്ലൈൻ്റ് ഇല്ല, നമുക്കത് റൂട്ട് കനാൽ ചെയ്ത് നിർത്തിയിട്ട് നടുക്കൊരു പല്ലില്ലല്ലോ, അപ്പോൾ ആ പല്ല് വെക്കാന്ന് പറഞ്ഞു. അപ്പം ഈ റൂട്ട് കനാൽ ചെയ്യുന്ന 2 പല്ല് റൂട്ട് കനാൽ ചെയ്യുന്നതിനും ഈ ഒരു പല്ല് ഇട്ട് ഈ പല്ല് വെക്കുകയും ഗ്യാപ്പ് ഇടുകയും ഒക്കെ ചെയ്യുന്നതിനും കൂടെ 8500 രൂപ ആകുമെന്ന് പറഞ്ഞു. ഒറ്റയടിക്കല്ല, ചെയ്യുമ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം വീട്ടിൽ വന്ന് ഇങ്ങനെ ആലോചിച്ചു, 8500 രൂപ എന്ന് പറഞ്ഞാൽ നിസ്സാരമാണോ നമ്മുടെ കയ്യിൽ? അപ്പോൾ നമ്മൾ ഓർത്തു, പൈസ ആകട്ടെ ചെയ്യാം, പൈസ ആകട്ടെ ചെയ്യാന്ന്. എന്നിട്ട് പൈസ ആകട്ടെ ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ ആ പൈസ ആകട്ടെ എന്ന് ഓർത്തോണ്ട് നോക്കിയിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജൂലൈയിലാണ് ചെന്ന് കാണിക്കുന്നത്. ചെറിയൊരു ഓട്ടം വന്ന് അങ്ങനെയാണ് കാണിക്കുന്നത്, ചെറിയൊരു വേദന വന്നു. അന്നേരം കുഴപ്പമൊന്നുമില്ല, പിന്നെ അതങ്ങനെ വെച്ച് ഇരുന്ന് വേദനയായി കഴിഞ്ഞിട്ട് മരുന്ന് മേടിച്ചില്ല. പാരസെറ്റാമോൾ കഴിക്കരുതെന്ന് എല്ലാവരും പറയും, പക്ഷെ വേദന സഹിക്കാതെ വരുമ്പോൾ നമ്മളെടുത്ത് കഴിക്കും. അത് കഴിച്ച് ഇവിടെ ഒരു നീരിങ്ങനെ ഉരുണ്ട് കിടക്കുമായിരുന്നു. ആ ഉരുണ്ട് കിടന്ന് ഇങ്ങനെ ഒരു നീര് തൂങ്ങി കിടക്കുക, ഇപ്പോഴും ചെറിയൊരു നീക്കമുണ്ട്, ഇങ്ങനെ കിടക്കുമായിരുന്നു, ഉരുണ്ട് തൂങ്ങി ഇങ്ങനെ കിടക്കുമായിരുന്നു. അങ്ങനെ അത് വെച്ചുകൊണ്ട് ഞാൻ ഇവിടെ 2 ദിവസം അത് എടുത്തില്ല. അതിന് ചെറിയൊരു കാരണം കൊണ്ട് എടുക്കാനും പോയില്ല, മരുന്നും മേടിച്ചില്ല. അങ്ങനെ ഇങ്ങനെ വെച്ചോണ്ടിരുന്ന് തല കുലുക്കത്തില്ലാതായി കഴിഞ്ഞു. ഈ നീരും കുറയുന്നില്ല. ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചു, എന്നാ ഇന്നിങ്ങ് പോന്നേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു നീര് പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അത് എന്ത് ചെയ്താ പോകുന്നില്ല, ആന്റിബയോട്ടിക് അതിന് മുമ്പ് പോയി മേടിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് നീര് കുറയുന്നില്ല. അതെന്നാ പഴുപ്പ് പോകാത്തത് കൊണ്ടാണ് നീര് കുറയാത്തത്. അവരെന്നെ ചെയ്തു, അവരാ പല്ലിനൊരു ഓട്ടയിട്ട് പഴുപ്പ് വലിച്ചു കളഞ്ഞു. അന്നേരം പറഞ്ഞു, ഇത് എന്നാ പറ്റി ഇന്നിങ്ങ് പോന്നേ, ഇത് എന്നാ ചെയ്യാനായിരുന്നു ഞാൻ പറഞ്ഞിരുന്നേ പോലെ. ഞാൻ പറഞ്ഞു, അത് അടയ്ക്കാനായിരുന്നു പറഞ്ഞിരുന്നേ, എന്നിട്ട് തന്നെ താമസിച്ച് ഇന്നാണോ വരാൻ തോന്നിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സഹിക്കാൻ പറ്റുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പോന്നതാണ്. അതിന് ഓട്ടം ഇട്ട് കഴിഞ്ഞ് എന്നിട്ട് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് അടയ്ക്കാൻ പറ്റുമെങ്കിൽ അടയ്ക്കാം, എന്നിട്ട് ഇല്ലാത്ത പൈസ നമ്മൾ ഉണ്ടാക്കി ചെന്നപ്പോഴത്തേനും അടയ്ക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ പല്ല് ബലമില്ല എന്ന് പറഞ്ഞു. എന്നാലും ആ ഡോക്ടർ അതിൻ്റെ അകത്തൊരു സംഭവം ഒഴിച്ച് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചു. പക്ഷെ ഇപ്പം ഇച്ചിരിച്ച് അടന്നു പോകുന്നുണ്ട്, അടയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. അത് വായിൽ കഷ്ണമായിട്ട് അടന്നടന്ന് വരുക, അത് അടയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മിക്കവാറും അത് നഷ്ടപ്പെടുകയുള്ളൂ, അത് പറിച്ച് കളയാനേ പറ്റുള്ളൂ. അത് വേദന ഇല്ലെങ്കിലേ അടയ്ക്കുള്ളൂ എന്നാ പറഞ്ഞത്. ഒരാഴ്ചത്തേന് 2 ദിവസത്തേന് മരുന്ന് തന്നു. 2 ദിവസത്തേന് മരുന്ന് തന്നു, 2 അല്ല 3 ദിവസത്തേന്. അത് കഴിച്ചു. ആന്റിബയോട്ടിക്കും തന്നു, വേദനയുടെ മരുന്നും തന്നു, നീര് വലിയാനുള്ള എല്ലാം തന്നു. പക്ഷെ എനിക്ക് ചെറിയ വേദനയുണ്ട്, അത് കാരണം അത് അടയ്ക്കാൻ പറ്റില്ല എന്ന്
നിഗമനത്തിൽ ഞാൻ നിൽക്കുകയാണ്. എന്നാന്ന് വെച്ചാൽ പല്ല് ഒടിഞ്ഞൊടിഞ്ഞു പോകുന്നുണ്ട്. ആ ഒടിഞ്ഞു പോയാൽ ഇനി അടക്കല് നടക്കുകയില്ലായിരിക്കും അല്ലേ അവൻ? അടന്നിടന്ന് വെറുതെ നമ്മൾ ഒരു പല്ല് അടയ്ക്കുന്നതിന് 2500 രൂപ. പൈനാവിൽ ജില്ലാ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അവിടെ ഇല്ല ഈ സംഭവം, അടയ്ക്കുന്ന സംഭവമൊന്നും ഇല്ല. നമ്മളെപ്പോലെ ഉള്ളവർ അവിടെ എങ്ങോട്ടാണല്ലോ എന്തെങ്കിലും വേദന വന്നാൽ ഓടി ചെല്ലുന്നത്. ആദ്യം അവിടെയാണ്. അത് കഴിഞ്ഞ് വേദന വന്നപ്പം ഇവിടെ പോയാൽ പൈസ ആകുമെന്നും പറഞ്ഞുകൊണ്ട് മരുന്ന് മേടിക്കാൻ പൈസ ആവും, അവിടെ ചെന്നാൽ മരുന്ന് കിട്ടുമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ടാണ് ആദ്യം ഓടിച്ചത്. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് അടയ്ക്കുന്നതായിരിക്കും നല്ലത്, ആ ഭാഗത്ത് അണപ്പല്ലില്ല, അത് കാരണം അടയ്ക്കണമെന്നും പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് ആദ്യം ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയ കാര്യം ഞാൻ ആദ്യം പറഞ്ഞേ. ഒരു ചെറിയൊരു ഓട്ടേ ഉള്ളൂ, അത് അടയ്ക്കണം. ഇപ്പം അത് അടയ്ക്കുവാണെങ്കിൽ, അത് റൂട്ട് കനാൽ ചെയ്യുവാണെങ്കിൽ നല്ല ബലമുണ്ട്. ഇപ്പം പല്ലിങ്ങനെ അപ്പൻ്റെ പല്ല് ആടുന്നുണ്ട്. നമ്മളെപ്പോലെ ഉള്ളവരുടെ പല്ല് പോലും പോയാൽ നമ്മുടെ കയ്യിലൊന്നും കാണില്ലെന്ന് പറയുന്നതാ. നമ്മളെപ്പോലെ ഉള്ളവരുടെ പല്ലൊക്കെ 8500 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമാണ്. ഇനി ഒരാഴ്ചത്തേനുള്ള മരുന്ന്, 3 ദിവസത്തേനുള്ള മരുന്നും തന്ന് ഒരാഴ്ച കഴിയുമ്പോൾ ചെല്ലാൻ പറഞ്ഞ് വിട്ടേക്കുന്ന. എന്നായാലും ഇത് നടക്കുകയില്ല. ചെറിയൊരു വീക്കവും ഉണ്ട്. അകത്ത് നമ്മൾ തൊടുമ്പോൾ വേദനയുണ്ട്. വേദന ഉണ്ടെങ്കിൽ അടയ്ക്കാൻ പറ്റിയില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. വേദനയൊന്നും ഇല്ലെങ്കിൽ അടയ്ക്കാന്ന് പറഞ്ഞു. വേദന ഉണ്ടെങ്കിൽ അടയ്ക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ വിട്ട. ആ പല്ല് എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ പല്ലിന് ബലമില്ലാത്ത പല്ല്. അതിന്റെ വേരൊക്കെ ദ്രവിച്ചു പോയിരുന്ന ആ നീര് വെച്ചാ പഴുത്തിരുന്നപ്പം വേര് ദ്രവിച്ചു പോയി. എൻ്റെ പല്ലിനെല്ലാം ഒരു വിള്ളലുണ്ട്. എന്നാന്നറിയത്തില്ല, ഇതിനെല്ലാം വിള്ളല. ചെറിയ കേടൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അടയ്ക്കാൻ പറ്റുമെങ്കിൽ നേരത്തെ ചെറിയ കേടൊക്കെ ആണെങ്കിൽ കൊണ്ട് അടക്കണം കേട്ടോ. വെച്ചുകൊണ്ടിരുന്നത് മൊത്തം നശിച്ചു പോകും. കാരണം എന്നാന്ന് ചോദിച്ചാൽ പണിയെന്ന് പറയുന്ന സംഭവം ഇല്ല. 2-3 ദിവസമൊക്കെ ആഴ്ചയിലൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ നിന്ന് ഓടണ്ടേ. ഒരാളല്ലേ പണിക്ക് പോകാനുള്ളൂ. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഒരാൾ തന്നെ വേണം പണിത്. ഈ സാപ്പ്, വാടക, കറണ്ട് ബില്ല്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയല്ലേ. പിള്ളേരുടെ സ്കൂളിൽ ബസ് ഫീസ്, 2 പേര് സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ 2 പേരുടെയും ബസ് ഫീസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയതിൻ്റെ കാരണവും അതിൻ്റെ ഉദ്ദേശം. എനിക്കാണെങ്കിൽ പണിയാൻ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കുഞ്ഞായതുകൊണ്ട് അവനെ നമ്മൾ സ്ഥിരമായി, എനിക്ക് പോകുന്നതിനൊന്നും മടിയൊന്നുമില്ല. ഞാൻ എവിടെയെങ്കിലും പോയി നിന്ന് ജോലി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കടകളിലൊക്കെ ആണേലും വലിയ കട്ടപ്പണിയൊന്നും പറ്റത്തില്ല. വെള്ളത്തിൽ കിടന്നുള്ള പണിയൊന്നും പറ്റത്തില്ല. വെള്ളത്തിലൊക്കെ പണി പണിത് കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം മുട്ടുള്ളതുകൊണ്ട് ചുമയാണ്. അപ്പം അല്ലാതെ നമ്മളിങ്ങനെ നനയാതെയൊക്കെ നല്ല രീതിയിലൊക്കെ നിന്നുള്ള പണിയൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം. അന്നേരം നമ്മളൊരു സ്ഥാപനത്തിൽ ചെന്ന് നമ്മൾ സ്ഥിരമായിട്ട് നിന്നൊരു ജോലി ചെയ്യുമ്പോൾ ലീവ് എടുക്കാൻ നമുക്ക് പറ്റുമോ? ലീവ് എടുക്കുന്ന മാസത്തിലൊക്കെ അല്ലേ ലീവ് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ മുട്ടിന് സൂക്കേടാ. എപ്പം നോക്കിയാലും അവൻ എന്തെങ്കിലും വയ്യായ കാണും. എന്ന് ലീവ് എടുക്കാനേ നേരം കാണുള്ളൂ. അപ്പൊ അവര് പറയും എന്റെ പൊന്നു മക്കളെ ലീവ് എടുക്കാനാണെങ്കിൽ വീട്ടിൽ പോയിരുന്നോളാൻ പറയും. അത് കാരണം ഇവന്റെ കാര്യമായതുകൊണ്ട് ഇവന് തൊട്ടേ ഇവന് അവന്റെ പല്ലില്ലതാ, പല്ല് പോയതാണ് കേട്ടോ. പല്ല് വീണ് ഒടിഞ്ഞു പോയതാ. അവനെ കുഞ്ഞായിരുന്നപ്പം കട്ടിലേല് ചേട്ടനും അനിയനും കൂടെ കളിച്ചതാ. എന്നിട്ട് ആ പല്ലും കുത്തിയാണ് വീണത്. വീണ് കഴിഞ്ഞപ്പം ആ പല്ല് കുത്തിയാ വീണത്. ആ വീണ് കഴിഞ്ഞപ്പോ അവന്റെ ആ മോണയില് ചതവ് പറ്റിയായിരുന്നു. അപ്പം നമ്മള് അത് ഒരു കുരു പോലെ വന്നു. അപ്പൊ ആന്റിബയോട്ടിക്കും എല്ലാം കഴിച്ച്
അത് അവന്റെ പല്ലെല്ലാം ഇങ്ങനെ ബ്രഷ് ചെയ്യാൻ പറ്റത്തില്ലാത്ത അവസ്ഥയായപ്പോ പല്ലെല്ലാം കേടായി. എല്ലാം പല്ലും കേടായി. കൊറേ ദിവസത്തേന് ബ്രഷ് ചെയ്യാൻ പറ്റിയില്ല. മോന്ത കുത്തി, കുഞ്ഞു കുത്തിയാ വീണത്. ഇങ്ങനെ കുത്തിയങ്ങ് വീണു. അപ്പൊ 2 പല്ല് നിലത്ത് കുത്തിയ, 2 പല്ല് ഒഴിഞ്ഞു പോയി.